ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പിസ്സ ആണ് കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് പെട്ടെന്നൊരു കൊതി വന്നു പിസ്സ ഉണ്ടാക്കിയാലോ എന്ന്. അപ്പൊ ഞങ്ങൾ അങ്ങനെ പിസ്സ ഉണ്ടാക്കാന്ന് കരുതി. അപ്പൊ ഗൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ ഒരു ബൗൾ എടുത്തിട്ട് അതിക്കൊരു സ്പൂണ് ഈസ്റ്റ് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു സ്പൂണ് പഞ്ചസാരയും ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് ഇളം ചൂടുവെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് വേറൊരു ബൗൾ എടുത്തിട്ട് അതിക്കൊരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇനി ഇതിലോട്ട് 2 സ്പൂണ് സൺഫ്ലവറിന്റെ ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ ഇതുപോലെ അങ്ങനെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇതിലോട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന ഈസ്റ്റിന്റെ വെള്ളം കൂടി ഒന്ന് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് അതിലോട്ട് ഇളം ചൂട് വെള്ളം കൂടി കുറച്ച് ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ടും നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിന്റെ മുകളിൽ കൂടെ സൺഫ്ലവർ ഓയിൽ ഇങ്ങനെ ഒന്ന് പുരട്ടി കൊടുത്തു കേട്ടോ. എന്നിട്ട് ഇനി ഇത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ. അപ്പൊ ഇനി ഇതിലോട്ടുള്ള പിസ്സ സോസ് ഉണ്ടാക്കാം കേട്ടോ. അപ്പൊ 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനി വേവിച്ചെടുക്കണം. അപ്പൊ എന്നിട്ട് ഒരു ഒനിയൻ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ ഇതുപോലെ കട്ടൊക്കെ ചെയ്തെടുത്തു. എന്നിട്ട് ഈ ടൊമാറ്റോ വേവിക്കാൻ വെച്ചപ്പോ അതിക്ക് ഈ ഒനിയനും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ടേനും പിന്നെ വെളുത്തുള്ളിയും വറ്റൽമുളകും ഇട്ടിട്ടുണ്ടേനും കേട്ടോ. അപ്പൊ ഇതൊക്കെ വേവിക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ടേനും. അപ്പൊ അതൊക്കെ ഇപ്പൊ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലോട്ട് വേണ്ടിട്ട് ചിക്കൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ടേനും. എന്നിട്ട് അതൊന്നും ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആക്കി എടുത്തു കേട്ടോ. എന്നിട്ട് ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തത്, എന്നിട്ട് ഒനിയൻ കട്ട് ചെയ്തതും എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടെങ്കിൽ മാവ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്നിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ടൊമാറ്റോ, ഒനിയൻ, വെളുത്തുള്ളി, വറ്റൽമുളക് അതൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കട്ടോ. അപ്പൊ എന്നിട്ട് ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പൊ എന്നിട്ട് ഒരു പാൻ എടുത്തിട്ട് അതിക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഈ മാവ് ഒന്ന് ഇങ്ങനെ പുരട്ടി കൊടുക്കണം കേട്ടോ. അപ്പൊ ഫ്ലെയിം ഓൺ ആക്കണതിന്റെ മുന്നേ കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ മാവ് ഇതുപോലെ ഇങ്ങനെ ആക്കി പുരട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് ഇതുപോലത്തെ ഒരു ഫോർക്ക് സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഇങ്ങനെ കുത്തി കൊടുക്കണം കേട്ടോ. അപ്പൊ സ്പൂണൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ കുത്തി കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിന്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഫ്ലെയിം ഒക്കെ ഓൺ ആക്കി ഈ പാൻ ഒന്ന് ഇവിടെ വെച്ച് കൊടുക്കട്ടോ. എന്നിട്ട് ഇതൊന്ന് അടിച്ചു കൊടുത്തു. ലോ ഫ്ലെയിമിൽ വേണ്ടത് ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്നിട്ട് ഫ്ലെയിം ഒക്കെ ഓൺ ആക്കി വേറൊരു പാൻ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് ചൂടായി വരുമ്പോ ഇതിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ പിസ്സ സോസ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പൊ ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പൊ ഇതിന്റെ പച്ചമണം പോകുന്നത് വരെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഒരു സ്പൂണ് ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഒരു സ്പൂണ് മുളക് പൊടിയും ഇട്ട് കൊടുത്തു. എന്നിട്ട് ഒരു സ്പൂണ് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഒരു സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒരു സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുത്തു. അപ്പൊ ഇനി ഇതിലോട്ട് ബട്ടർ ഇടണം കേട്ടോ. അപ്പൊ എന്നിട്ട് ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ബട്ടർ ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ പിസ്സ സോസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തു. അപ്പൊ ഇതൊരു ഭാഗം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പുറത്തെ ഭാഗത്തേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. അപ്പൊ ഇത് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഉണ്ടാക്കി വെച്ചിട്ടുള്ള പിസ്സ സോസ് ഇതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ സ്പ്രെഡ് ആക്കി എടുക്കണം കേട്ടോ. അപ്പൊ ഇതുപോലെ അങ്ങനെ സ്പ്രെഡ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലോട്ട് ചീസ് വേണം കേട്ടോ. അപ്പൊ ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ചീസ് ഇതിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ ചീസ് അങ്ങനെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിലോട്ട് വേണ്ടിയിട്ട് ഒനിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഇനി ഇതിന്റെ മുകളിൽ കൂടെ അതും ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിന്റെ മുകളിൽ കൂടെ ക്യാപ്സിക്കം കട്ട് ചെയ്തതും ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇതുപോലെ ചിക്കനും ഇട്ട് കൊടുത്തു. അങ്ങനെ ഇതുപോലെ വീണ്ടും ഒനിയനും ക്യാപ്സിക്കനും ചീസും ചിക്കനും ഒക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഈ പാൻ വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് അടിച്ചു വെക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക കേട്ടോ. അപ്പൊ പിസ്സ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഇത് കട്ട് ചെയ്തൊന്ന് കഴിച്ചു നോക്കട്ടെ. അപ്പൊ ഞാൻ അത് കഴിച്ചു നോക്കിയപ്പോ അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാല് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എല്ലാവരും ലൈക്കും ചെയ്യും. ആ ബെൽ ബട്ടനും എല്ലാവരും അമർത്തി കൊടുക്കണം. അപ്പൊ ഗൈസ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.